Hi and welcome to the new video. In this video, I'll be discussing about addressing modes used in TMS320 C24X digital signal processors. Basically, there are three addressing modes used by the C24X instruction set, and they are the immediate addressing mode, direct addressing mode, and indirect addressing mode. And in the immediate addressing mode, a constant to be manipulated by the instruction is supplied directly as an operand of that instruction. ഇപ്പോൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട എന്താ പറയുക ഒരു കോൺസ്റ്റൻറ്റിനെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനിൽ തന്നെ എംബഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത്. സോ വിത്ത് ദ ഇൻസ്ട്രക്ഷൻ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ദർ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഈസ് അവൈലബിൾ. So that is the reason why it is called immediate addressing mode. And the C24X supports two types of immediate addressing, long and short. അപ്പോൾ long and short എന്ന് പറഞ്ഞാൽ രണ്ട് അഡ്രസ്സിംഗ് കൂടി വരുന്നുണ്ട്. അതതിൻ്റെ വേർഡ്സിൻ്റെ ലെങ്ത്തിനനുസരിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. So when you need to access data memory, you can use the direct or indirect addressing modes. ഇനിയിപ്പോൾ ഡാറ്റ മെമ്മറി ആണ് നമുക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. Direct addressing concatenates 7 bits of the instruction word with the 9 bits of the data memory page pointer DP to form the 16-bit data memory address. Okay, but direct addressing നമുക്ക് ഡാറ്റ മെമ്മറി അഡ്രസ്സ് കിട്ടണം. ആ ഡാറ്റ മെമ്മറി അഡ്രസ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 7 bits of ഇൻസ്ട്രക്ഷൻ വേർഡിൻ്റെ 7 bits പ്ലസ് ഡാറ്റ മെമ്മറി പോയിന്ററിൻ്റെ 9 bits ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അവിടെ എന്ത് ഉണ്ടാക്കുന്നത് 16-bit മെമ്മറി അഡ്രസ്സ് ഉണ്ടാക്കുന്നത്. എന്നിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ. അതേപോലെ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് വരുമ്പോൾ അത് ഓക്സിലറി രജിസ്റ്റർ വെച്ചിട്ടുള്ളതാണ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആക്സസസ് ദി ഡാറ്റ മെമ്മറി ത്രൂ വൺ ഓഫ് ദ 8 16-bit ഓക്സിലറി രജിസ്റ്റേഴ്സ്. അപ്പോൾ ഡാറ്റ മെമ്മറി ആക്സസ് തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് ത്രൂ ദ 16-bit ഓക്സിലറി രജിസ്റ്റേഴ്സ്. ഡയറക്റ്റിലായിരുന്നപ്പോൾ അത് ഡാറ്റ പോയിന്റർ പ്ലസ് ഇൻസ്ട്രക്ഷൻ വേർഡ്. ഡാറ്റ പോയിന്ററിന് 9 ബിറ്റ്സും ഇൻസ്ട്രക്ഷൻ വേർഡിന് 7 ബിറ്റ്സും. ഇമ്മീഡിയറ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ അവിടെ തന്നെ എംബഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. The immediate addressing mode. So in the immediate addressing mode, the instruction word contains a constant to be manipulated by the instruction, and there are two types of immediate addressing modes. They are the short and long immediate. So short immediate addressing mode. Instruction that use short immediate addressing have 8-bit, 9-bit or 13-bit constant as an operand. ഇപ്പോൾ ഇതിൽ വരുന്നത് 8-bit, 9-bit അല്ലെങ്കിൽ 13-bit കോൺസ്റ്റന്റ് ആണ് ഓപ്പറൻഡിന്റെ ഒപ്പം തന്നെ ഉണ്ടാവുക. And short immediate instruction require a single instruction word with a constant embedded in that word. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. സിംഗിൾ ഇൻസ്ട്രക്ഷൻ വേർഡേ ഉണ്ടാവുള്ളൂ, ആ കോൺസ്റ്റന്റ് അതിൽ തന്നെ എംബഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ ഷോർട്ട് എന്ന് പറയുന്നത്, ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ വേർഡ് ആയതുകൊണ്ട്. നെക്സ്റ്റ് ഈസ് ദ ലോങ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്. Instruction that use long immediate addressing have a 16-bit constant as an operand and require two instruction words. So 16-bit constant ആണ് ഇവിടെ വരുന്നത്, രണ്ട് ഇൻസ്ട്രക്ഷൻ വേർഡ്സും ആവശ്യം വരും. And the constant is sent as the second instruction word. So ഈ കോൺസ്റ്റന്റ് വരുന്നത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ വേർഡ് ആയിട്ടാണ് വരുന്നത്, ഫസ്റ്റത്തെ അല്ല, സെക്കൻഡ് ആയിട്ടാണ് കോൺസ്റ്റന്റ് വരുന്നത്. ആൻഡ് ദിസ് 16-bit വാല്യൂ ക്യാൻ ബി യൂസ്ഡ് ആസ് an absolute constant or as a 2's complement value. ഇപ്പോൾ ആബ്സല്യൂട്ട് കോൺസ്റ്റന്റ് ആയിട്ടോ 2's complement വാല്യൂ ആയിട്ടോ അതിനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഷോർട്ട് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണ്. ഷോർട്ട് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ ഇതാണ്, RPT#99. ഓക്കെ, സോ RPT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിപ്പീറ്റ് ആണ്, റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. #99 എന്ന് പറഞ്ഞപ്പോൾ ഇത് ക്യാപിറ്റൽ N ആണെങ്കിൽ മൊത്തം N+1 ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ 99 ആയിരുന്നു, 91 + 1 100. So this instruction means execute the instruction 100 times. That follows the repeat instruction 100 times. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ ഹിയർ ദ ഇമ്മീഡിയറ്റ് ഓപ്പറൻഡ് ഈസ് കണ്ടെയ്ൻഡ് ആസ് എ പാർട്ട് ഓഫ് ദ റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ. അല്ലെ, ഇമ്മീഡിയറ്റ് ഓപ്പറൻഡ് 99 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ആസ് പാർട്ട് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ വേർഡ്. ആൻഡ് ഫോർ ദിസ് റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ വിൽ ബി ലോഡഡ് വിത്ത് ദ വാല്യൂ. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ കണ്ടന്റ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ലോവർ 8 ബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 99 എന്ന് പറഞ്ഞതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഇത് ബാക്കിയുള്ള 8 to 15 എന്ന് പറയുന്നത് റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പ് കോഡാണ്. ഇതാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ ഈ ഇൻസ്റ്റൻറ്റിലത്തെ കണ്ടന്റ് വരുന്നത്. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ വേർഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഷോർട്ട് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്, ഡയറക്റ്റ് അത് മാത്രം ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ വേർഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ആഡ് ഇൻസ്ട്രക്ഷൻ
ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് യൂസിങ് ലോങ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണ്. അപ്പോൾ അത് ഇൻസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ഇൻസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ എഴുതിയിട്ടുള്ള ആഡ് #16384,2 ഇത്രയും കൂടിയിട്ടുള്ളതാണ് ഇതിൽ ഇൻസ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ദ വാല്യൂ 16384 ലെഫ്റ്റ് ബൈ 2 ബിറ്റ്സ്. അപ്പോൾ അതാണ് ആദ്യം ഇതിൽ നടക്കാൻ പോകുന്നത്. ഈ ഒരു വാല്യൂവിനെ തന്നിട്ടുള്ള വാല്യൂവിനെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക, ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 2 ബിറ്റ്സ് ആദ്യം ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളൂ, അഡീഷൻ വരുന്നുള്ളൂ. ആൻഡ് ആഡ് ദ റിസൾട്ട് ടു ദ അക്യുമുലേറ്റർ. എന്നിട്ട് അക്യുമുലേറ്ററിലേക്ക് റിസൾട്ട് ആഡ് ചെയ്യണം. ഓക്കെ, സോ ദ ഇമ്മീഡിയറ്റ് ഓപ്പറൻഡ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ വേർഡ് ആയിട്ടാണ് ഇവിടെ ഇമ്മീഡിയറ്റ് ഓപ്പറൻഡ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ റിസീവ്സ് കോൺസിക്യൂട്ടീവ്ലി ദ 2 16-ബിറ്റ് വാല്യൂസ്. അപ്പോൾ അത് നമുക്കിവിടെ അതിൻ്റെ വേർഡ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ വേർഡ് പ്രകാരം എന്ത് സംഭവിക്കാൻ പോകുന്നത്, ഷിഫ്റ്റ് ഈക്വൽ ടു 2 എന്നുള്ളതാണ് സെറ്റ് ആവുന്നത്. അപ്പോൾ ഇതാണ് ഷിഫ്റ്റിൻ്റെ ലോവസ്റ്റ് 4 ഇത് വെച്ചിട്ടുള്ള ഷിഫ്റ്റ് 2 എന്നുള്ളത് അവിടെ സെറ്റാക്കി. ദെൻ ഇത് അതിൻ്റെ ആഡ് ഓപ്പ് കോഡ് ഫോർ ലോങ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്, ആഡിഷൻ്റെ ഓപ്പ് കോഡാണ് ഈ ലോങ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗിൽ. സെക്കൻഡ് ഇത് വരുമ്പോൾ ഇൻസ്ട്രക്ഷൻ വേർഡ് ആയിട്ടാണ് നമ്മളുടെ 16-ബിറ്റ് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ ഈക്വലൻ്റ് വാല്യൂ ആണ് അത് 16-ബിറ്റ് കോൺസ്റ്റൻറ്റ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ രണ്ട് വേർഡ്സ് ആണ് ഇതിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് ലോങ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലേക്ക് വരാം. സോ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഡാറ്റ മെമ്മറി ഈസ് അഡ്രസ്ഡ് ഇൻ ബ്ലോക്സ് ഓഫ് 128 വേർഡ്സ് കോൾഡ് ഡാറ്റ പേജസ്. അപ്പോൾ ഡയറക്റ്റും ഇനി പറയാൻ പോകുന്ന ഇൻഡയറക്റ്റും രണ്ടും എന്താ ഡാറ്റ മെമ്മറിനെ ആക്സസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇൻഡയറക്റ്റ് ഓക്സിലറി രജിസ്റ്റർ വെച്ചിട്ടുള്ളതാണ്, ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. സോ ഡാറ്റ മെമ്മറി ഈസ് അഡ്രസ്ഡ് ഇൻ ബ്ലോക്സ് ഓഫ് 128 വേർഡ്സ് കോൾഡ് ഡാറ്റ പേജസ്. ഇപ്പോൾ ഓരോ ബ്ലോക്കുകളാക്കി മാറ്റിയിട്ടുണ്ട്, ഓരോ പേജുകളാക്കി മാറ്റിയിട്ടുണ്ട്, അതിനെയാണ് ഇവിടെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. And the entire 64K data memory consists of 512 pages labeled through 0 to 511. മൊത്തം 512 പേജസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഡാറ്റ മെമ്മറി പേജ് 0, പേജ് 1, പേജ് 2 അങ്ങനെ അപ് ടു പേജ് 511. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നിലും വരുന്ന അഡ്രസ്സുകളാണ് ഈ കാണിച്ചിട്ടുള്ളത്. 0000H2, 007FH, അതേപോലെ 0080H2, 00FFH, അങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റത്തെ കേസ് വരെ. ദ കറന്റ് ഡാറ്റ പേജ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ വാല്യൂ ഇൻ ദി 9-bit ഡാറ്റ പേജ് പോയിന്റർ ഇൻ ദി സ്റ്റാറ്റസ് രജിസ്റ്റർ. ഇപ്പോൾ ഡാറ്റ പേജ് പോയിന്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് സ്റ്റാറ്റസ് രജിസ്റ്ററിൽ. അതിൻ്റെ വാല്യൂ അനുസരിച്ചിരിക്കും ഇതിൽ ഏത് പേജാണ് സെലക്ട് ആയിട്ട് നിൽക്കുന്നത് എന്ന്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇഫ് DP ഹാസ് എ വാല്യൂ 0, then again 4 zeros 2, then the current data page is 0. ഓക്കെ, സോ പേജ് 0ൻ്റെ ഉള്ളിലല്ലേ അപ്പോൾ ഒരു കണ്ടന്റ് വരാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതാണ് ഡാറ്റ പോയിന്റർ വാല്യൂ കേട്ടോ, ഇത്ര വരെ എന്നുള്ളത്. അപ്പോൾ ഈ ഡാറ്റ പോയിന്റർ വാല്യൂ ഇപ്പോൾ അത് പ്രകാരം എവിടെയാണോ വരിക എന്നുള്ളത് പ്രകാരം ആണ് പേജ് ഏതാന്നുള്ളത് എടുക്കുന്നത്. ഇപ്പോൾ ഈ വാല്യൂ ആണെങ്കിൽ, ഈ ആദ്യത്തെ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇവിടെ വരും, ഇതിൻ്റെ ഉള്ളിൽ വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു കേസ് ആണെങ്കിൽ പേജ് 2. അപ്പോൾ എന്തായാലും ഡാറ്റ പോയിന്ററിൻ്റെ വാല്യൂ എന്താണോ അതിനനുസരിച്ചാണ് പേജ് സെലക്ട് ചെയ്യുന്നത്. മൊത്തം നമുക്ക് 512 പേജസ് ഉണ്ട്. ആൻഡ് ഇൻ അഡീഷൻ ടു ദ ഡാറ്റ പേജ് the processor must know the particular word being referenced on that page. ഇപ്പോൾ ഏത് വേർഡാണ് റെഫറൻസ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിലൊരു 7-bit ഓഫ്സെറ്റും കൂടി അവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു 7-bit ഓഫ്സെറ്റും കൂടി അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് വേർഡാണ് ആക്സസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ ഓഫ്സെറ്റ് ഈസ് അപ്ലൈഡ് ബൈ ദ 7 ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ഓഫ് ദ IR രജിസ്റ്റർ. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ LSB 7 LSB യൂസ് ചെയ്തിട്ടാണ് ഈ ഓഫ്സെറ്റ് ഏതാണെന്ന് മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് ചൂസ് ചെയ്യുന്നതും. വിച്ച് ഹോൾഡ്സ് ദ ഓപ്പ് കോഡ് ഫോർ ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ LSB ഇപ്പോൾ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ബേസിലാണ് ഈ കാര്യം അവിടെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലത്തെ കണ്ടൻസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. 7 LSB, പിന്നെ ഇത് ഫിക്സഡ് 0 ആണ്, പിന്നെ 8 MSB. ഇതിലത്തെ 7 LSB എന്ന് പറഞ്ഞാൽ ബിറ്റ്സ് 0 to 6 ഇൻഡിക്കേറ്റ് ദ ഓഫ്സെറ്റ് ഫോർ ദ ഡാറ്റ മെമ്മറി അഡ്രസ് റെഫറൻസ് ബൈ ദ ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ അവിടെയാണ് ഓഫ്സെറ്റ് കിടക്കുന്നത്. ഈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. ബിറ്റ് 7 contains 0 to define the addressing mode as direct. അപ്പോൾ അവിടെ 0 കിടക്കുന്നത് അതിൻ്റെ അർത്ഥം വരുന്നത്
അത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആണെന്ന് കാണിക്കാനാണ്. ഇപ്പോൾ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണെന്ന് കാണിക്കാനാണ് ഈ 7th ബിറ്റ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലത്തെ. അപ്പോൾ അത് 0 ആണ് ഈ കേസിൽ. ഇനി MSBs 8 MSBs ആണുള്ളത്. 15/8 ഇൻഡിക്കേറ്റ് ദ ഇൻസ്ട്രക്ഷൻ ടൈപ്പ്, ഏത് ടൈപ്പ് ആണ് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ കണ്ടെയ്ൻസ് എനി ഇൻഫർമേഷൻ റിഗാർഡിംഗ് എ ഷിഫ്റ്റ് ഓഫ് ദ ഡാറ്റ വാല്യൂ ടു ബി അഡ്രസ്ഡ് ബൈ ദ ആക്സസ് ബൈ ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അത് ഏത് ടൈപ്പാണ്, അതിൽ ഷിഫ്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് അവർ കാണിക്കുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സിൻ്റെ MSB. അപ്പോൾ ഈ 7 LSBs ആണ് അതിൻ്റെ ഓഫ്സെറ്റ് കാണിക്കുന്നത്, ഏത് വേർഡാണ് ആക്സസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് ഇൻ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ദ കണ്ടൻസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഹാസ് ദിസ് ഫോർമാറ്റ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ദെൻ ടു ഫോം എ കംപ്ലീറ്റ് 16-bit അഡ്രസ്. അപ്പോൾ നമുക്ക് മൊത്തം ഒരു 16-bit അഡ്രസ്സ് വേണം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് എന്താ, ദ പ്രോസസർ കോൺകാറ്റിനേറ്റ്സ് ദ ഡാറ്റ പോയിന്റർ വാല്യൂ ആൻഡ് ദ 7 LSBs ഓഫ് ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് എന്ത് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മളുടെ മൊത്തം വാല്യൂ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ദ ഡാറ്റ പോയിന്റർ സപ്ലൈസ് ദ 9 മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ഓഫ് ദ അഡ്രസ് and the 7 LSBs of the instruction register supplies the 7 LSBs of the address. അപ്പോൾ ഇതിവിടെ നമുക്ക് നോക്കാം. ഇതാണ് ഡാറ്റാ പേജ് പോയിന്റർ. അപ്പോൾ അത് സപ്ലൈ ചെയ്യുന്നതാണ് 9 MSBs. അപ്പോൾ ഇത് ഇവിടുന്ന് 9 ബിറ്റ്സ് ഓഫ് ഡാറ്റ പോയിന്റർ ഇങ്ങോട്ട് വരും. അതാണ് ഇതിൻ്റെ എന്തായിട്ട് വരാൻ പോകുന്നത്, അഡ്രസ്സിൻ്റെ, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിൻ്റെ MSB ആയിട്ട്. അതേപോലെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ 7 LSBs ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 7 LSBs വന്ന് മൊത്തം 16 ബിറ്റ് വേർഡ് അഡ്രസ്സ് ഇവിടെ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ എന്ത് വരുന്നത്, അഡ്രസ് ജനറേഷൻ വരുന്നത്. ഇപ്പോൾ ഇതാണ് ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ടു ആക്സസ് 003FH നമുക്ക് ഡാറ്റ പേജ് ഏതാണെന്ന് പറയണം. അപ്പോൾ അത് 0-ലാണ് വരുന്നത്. അപ്പോൾ ഡാറ്റ പേജിൻ്റെ വാല്യൂ എല്ലാം 9 zeros വരും. ആൻഡ് എൻ ഓഫ്സെറ്റ് വാല്യൂ ഏതാണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 011 4 ones വരും. ഇത് രണ്ടും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്യാണ് വിത്ത് ഡാറ്റ പോയിന്റർ ആൻഡ് ഓഫ്സെറ്റ് പ്രൊഡ്യൂസസ് ദി 16-bit അഡ്രസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 16-bit അഡ്രസ്സ് കിട്ടും. അത് ഈക്വാലൻ്റ് 63 എന്നുള്ള രീതിയിൽ വരും. അതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലെ അഡ്രസ് ജനറേഷൻ വരുന്നത്. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെല്ലാം തുടങ്ങുന്നതിന് മുന്നേ ഡാറ്റ പോയിന്ററിനെ എന്ത് ചെയ്യണം, ഇനീഷ്യലൈസ് ചെയ്യണം എല്ലാ പ്രോഗ്രാമുകളും. ബിക്കോസ് ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ദാറ്റ് ഓൾ ദ പ്രോഗ്രാംസ് ഇനീഷ്യലൈസ് ദ ഡാറ്റ പോയിന്റർ. ഡാറ്റ പോയിന്റർ ഈസ് നോട്ട് ഇനീഷ്യലൈസ്ഡ് ബൈ ദ റീസെറ്റ് ആൻഡ് ഈസ് അൺഡിഫൈൻഡ് ആഫ്റ്റർ പവർ അപ്പ്. ഇപ്പോൾ റീസെറ്റ് അത് ഒന്നും ചെയ്യണമൊന്നുമില്ല, അതുപോലെ അൺഡിഫൈൻഡ് ആണ് പവർ അപ്പിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പ്രോഗ്രാമിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, പ്രോഗ്രാംസ് ദാറ്റ് ഡു നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഇനീഷ്യലൈസ് ദ ഡാറ്റ പോയിന്റർ ക്യാൻ എക്സിക്യൂട്ട് ഇംപ്രോപ്പർലി ഡിപ്പെൻഡിങ് ഓൺ വെദർ ദേ ആർ എക്സിക്യൂട്ടഡ് ഓൺ എ C24X ഡിവൈസ് ഓർ വിത്ത് ദ ഡെവലപ്മെന്റ് ടൂൾ. അപ്പോൾ അത് ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്പെഷ്യൽ കെയർ എടുക്കണം. ഡാറ്റ പോയിന്റർ എല്ലാ കേസിലും എന്ത് ചെയ്യുന്നുണ്ട് എന്നതിന് വേണ്ടിയിട്ട്, ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഫോർമാറ്റ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് അഡ്രസ്സിംഗ് മോഡ്. ഫസ്റ്റ് എന്ത് ചെയ്യണം, സെറ്റ് ദ ഡാറ്റ പേജ് സെറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ലോഡ് ദ അപ്രോപ്രിയേറ്റ് വാല്യൂ. ഏത് പേജ് മൊത്തം 512 ആണ്, 0 to 511 വരെ. അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ പോയിന്റിലേക്ക് ലോഡ് ചെയ്യുക. So data pointer register can be loaded by the LDP instruction or by any instruction that can load a value to ST0. ഒന്നെങ്കിൽ LDP ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏത് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണോ ST0 ആക്സസ് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ട് ചെയ്യാം. The LDP instruction loads the data pointer directly without affecting the other bits of ST0. ഇപ്പോൾ LDP ഇൻസ്ട്രക്ഷൻ വെച്ചാകുമ്പോൾ ബാക്കിയുള്ള ഇതിനൊന്നും എഫക്റ്റ് ചെയ്യാണ്ടാണ് ST0ലേക്ക് ലോഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ വാല്യൂ ലോഡഡ് into the data pointer. For example, to set the current data page to 32. So 32 എന്നുള്ള പേജിലേക്കാണ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അഡ്രസ് 1000H ഈ ഇത് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് എക്സാമ്പിൾ LDP #32. അപ്പോൾ LDP #32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലൈസ് ഡാറ്റ പേജ് പോയിന്റർ. ഇപ്പോൾ ഡാറ്റ പേജ് പോയിന്റർ അവിടെ സെറ്റ് ചെയ്തു. ദെൻ അടുത്തത് വേണ്ടത് സ്പെസിഫൈ ദ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഏതാണ് പേജ് എടുക്കുക ഏതാണ് വേർഡ് എടുക്കുക എന്നുള്ളത്. സ്പെസിഫൈ ദ ഓഫ്സെറ്റ്. സോ സപ്ലൈ ദ 7-bit ഓഫ്സെറ്റ് ആസ് ആൻ ഓപ്പറൻഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറൻഡ് ആയിട്ട് അത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു ആഡ് ഇൻസ്ട്രക്ഷൻ ടു യൂസ് ദ വാല്യൂ അറ്റ് ദ സെക്കൻഡ് അഡ്രസ് ഓഫ് ദ കറന്റ് ഡാറ്റ പേജ്, നമ്മൾ എന്ത് എഴുതും, add 1H. So add to accumulator the value in the current data page offset of 1. അതാണ് ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ ഡാറ്റ പേജ് അവിടെ വന്നിട്ടുണ്ട്. അതിലത്തെ കണ്ടന്റ് ആഡ് ടു അക്യുമുലേറ്റഡ് വാല്യൂ ഇൻ ദ കറണ്ട് ഡാറ്റ പേജ് ഓഫ്സെറ്റ് ഓഫ് 1. ഓഫ്സെറ്റ് 1 എടുക്കുന്ന കറണ്ട് ഡാറ്റ നമുക്കിവിടെ need not have to set the data page prior to every instruction that uses direct addressing. എല്ലാ ഇൻസ്ട്രക്ഷനും മുന്നേ ആയിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണമെന്നില്ല, ഡാറ്റ പേജ് ഇതാക്കണമെന്നില്ല. ആൻഡ് ഇഫ് ഓൾ ദ ഇൻസ്ട്രക്ഷൻസ് ഇൻ എ ബ്ലോക്ക് കോഡ് ആക്സസ് ദ സെയിം ഡാറ്റ പേജ്, അതായത് അങ്ങനത്തെ കേസിലാണ് ഇപ്പോൾ 32 എന്നുള്ള ഒരു പേജിൽ തന്നെയാണ് എല്ലാം എടുക്കുന്നത് എങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും കൊണ്ടുപോയിട്ട് 32 എന്ന് എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സിംപ്ലി ലോഡ് ദ ഡാറ്റ പോയിന്റർ അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ ബ്ലോക്ക്. അങ്ങനെ മൊത്തം ആ ഇൻസ്ട്രക്ഷൻ ബ്ലോക്കിന്റെ ഫ്രണ്ടിൽ ഇപ്പോൾ പറഞ്ഞ പോലെ LDP ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ അത് മതി, ഇനി ബാക്കി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ബട്ട് ഇഫ് വാരിയസ് ഡാറ്റ പേജസ് ആർ ബീയിങ് ആക്സസ് ത്രൂ ഔട്ട് ദ ബ്ലോക്ക് ഓഫ് കോഡ്, be sure that the data pointer is changed whenever a new data page should be accessed. അപ്പോൾ വേറെ പേജിൽ നിന്ന് ഡാറ്റ എടുക്കുകയാണെങ്കിൽ അപ്പോൾ പേജ് മാറ്റണം എന്നുള്ളത് ശ്രദ്ധിക്കുക. അല്ല ഒരൊറ്റ പേജിൻ്റെ ഉള്ളിലാണ് ഇനിയുള്ള വരുന്ന ബ്ലോക്കുകളെങ്കിൽ ഇപ്പോൾ LDP 32 ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് അടുത്തതിലേക്ക് പോയാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾസിലേക്ക് വരാം. യൂസിങ് ഡയറക്റ്റ് അഡ്രസ്സിങ് വിത്ത് ആഡ് ഇൻസ്ട്രക്ഷൻ ആണ് ഷിഫ്റ്റ് 0 to 15. ഷിഫ്റ്റ് 0 to 15 ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. LDP #4 add 9h, 8. അപ്പോൾ LDP #4 ഉണ്ട്, ആഡ് 9h, 5 വരുന്നുണ്ട്. സോ ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ലോഡ്സ് ദ ഡാറ്റ പോയിന്റർ. ആദ്യത്തെ ലോഡ് ചെയ്യാനാണ് പറയുന്നത് ഡാറ്റ പോയിന്റർ വിത്ത് എന്ത് വരും, 4 9 ബിറ്റ് വരണല്ലോ. അപ്പോൾ അത് 4 ഇവിടെ വരും, 0 0 0 0 0 0 1 0 0. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, the add instruction then references a data memory address that is generated as shown here. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതായത് ദ കണ്ടൻസ് ഓഫ് ഡാറ്റ അഡ്രസ് 020HR. ഓക്കെ, നമുക്ക് വരാം അതിൽ മുന്നേ. അപ്പോൾ ഇവിടെ ഇതാണ് ലോഡ് ആവുന്നത്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എടുക്കുന്നത്. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലത്തെ ലോവർ 9 ബിറ്റ്സ് 7 ബിറ്റ്സ് കയറി ഇങ്ങോട്ട് വരും. ഓൾറെഡി ഇവിടുന്ന് എന്ത് വന്ന് നിൽക്കുന്നുണ്ടാവും, 9 ബിറ്റ്സ് ഡാറ്റ പോയിന്ററിന് വന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എന്തും കൂടി കയറും, 7 LSBസും കൂടി ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വരും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് ഇവിടെ എന്തുണ്ടാവാൻ പോകുന്നത്. സോ ബിഫോർ ദ ആഡ് ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്, ഓപ്പ് കോഡ് ഈസ് ലോഡഡ് ഇൻ ടു ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ടുഗദർ ദ ഡാറ്റ പോയിന്റർ ആൻഡ് ദ 7 ഡാറ്റ പോയിന്റർ, ദ 9 ബിറ്റ്സ് ആൻഡ് ദ 7 LSBs ഓഫ് ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഫ്രോം ദ കംപ്ലീറ്റ് 16-bit അഡ്രസ്. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് 16-bit അഡ്രസ് വരിക. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ 0209H ആണ്. ഇതിൽ നടക്കുന്നതാണ് ആദ്യം ഡാറ്റ പോയിന്റർ പേജ് 4ലേക്ക് സെറ്റ് ചെയ്തു, ദെൻ ആഡ് 9H 5 വരണം. അപ്പോൾ അവിടെ ഷിഫ്റ്റ് ഉണ്ട് 5. സോ ദ കണ്ടന്റ് ഓഫ് ദ ഡാറ്റ അഡ്രസ് 0209H ആർ ലെഫ്റ്റ് ഷിഫ്റ്റഡ് 5 ബിറ്റ്സ് ആൻഡ് ആഡഡ് ടു ദ കണ്ടൻസ് ഓഫ് ദ അക്യുമുലേറ്റർ. അപ്പോൾ അവിടെ 5 ബിറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ള ഓപ്പ് കോഡ്, അതിൻ്റെ 4 ഇത് ആഡിൻ്റെ ഓപ്പ് കോഡാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം അഡ്രസ് ജനറേഷന് വേണ്ടിയിട്ട് ഡാറ്റ പോയിന്റർ 9 കൊടുത്തു, ഇതിൻ്റെ 7 LSBs കൊടുത്തു. 0 എന്ന് കാണിക്കുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണെന്നുള്ളതും ഇത് ഷിഫ്റ്റ് എത്രയാണെന്നുള്ളതാണ്, 5 ഷിഫ്റ്റ് ആണെന്നുള്ളതും. പിന്നെ ഇത് കാണിക്കുന്നത് ആഡിൻ്റെ ഓപ്പ് കോഡാണ്. ഇതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആഡ്, സിമ്പിൾ ആഡിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആഡ് സി ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ വരുന്നത്. സോ ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഇതാണ് LDP #500 add C 6H. സോ LDP 500ഉം add C 6Hഉം ആണ് വരുന്നത്. add C ഇൻസ്ട്രക്ഷൻ references a data memory address that is generated as shown here. ഇവിടെ ആദ്യം എന്ത് ചെയ്യും, ഡാറ്റ പോയിന്റർ 500 ലോഡ് ചെയ്ത് വയ്ക്കും. അതേപോലെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടത് ആഡ് സി ആണ്. ആഡ് സി ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ വരിക. അപ്പോൾ ഇത് അതിൻ്റെ 6H ആണ്. 6H ഇവിടെ ലോഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് 0 ഡയറക്റ്റ്, ഇത് ആഡ് സിയുടെ ഓപ്പ് കോഡാണ്. ആഡ് സിയുടെ ഓപ്പ് കോഡ് ഉണ്ട്. ഇതിൻ്റെ 7 LSB ഇവിടേക്ക് വരും, 9 ബിറ്റ്സ് വരും. അത് വെച്ചിട്ടാണ് ഇവിടുത്തെ അഡ്രസ്സ് വരുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് 500 എന്നുള്ള പേജിലേക്ക് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് കണ്ടൻസ് ഓഫ് ദ ഡാറ്റ അഡ്രസ് FA06H അത് എടുക്കും. ആൻഡ് ദ വാല്യൂ ഓഫ് ദ ക്യാരി ബിറ്റ് C are added to the contents of the accumulator. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ആഡ് ക്യാരി 6H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയും ആഡ് ചെയ്യണം, 6Hലത്തെ ഇത് വെച്ചിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള അഡ്രസ്സിലത്തെ കണ്ടൻസും ആഡ് ചെയ്യണം എവിടേക്ക്, അക്യുമുലേറ്ററിലേക്ക്.
അപ്പോൾ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത് നേരത്തെ പോലെ 500 എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് നമ്മുടെ 9 ബിറ്റ്സ് വരും, പിന്നെ ഇൻസ്ട്രക്ഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള 7 ബിറ്റ്സും വരും. ഇത് രണ്ടും കൂടി എടുത്തിട്ടാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ തൊട്ട് മുന്നത്തിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഓപ്പ് കോഡ് എഴുതിയായിരുന്ന സമയത്ത് 4 ബിറ്റ് 4 ബിറ്റ് ആയിരുന്നു, 4 ബിറ്റ് ഷിഫ്റ്റ് ആയിട്ടാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഷിഫ്റ്റ് ഇല്ലാത്ത കേസിലാകുമ്പോൾ മൊത്തം 8 ബിറ്റും ഓപ്പ് കോഡായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലേക്ക് വരാം. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് നമുക്കറിയാം ഓക്സിലറി രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ 8 ഓക്സിലറി രജിസ്റ്റേഴ്സ് AR0 to AR7 പ്രൊവൈഡ് ഫ്ലെക്സിബിൾ ആൻഡ് പവർഫുൾ ഇൻഡയറക്റ്റ് addressing, and any location in the 64K data memory space can be addressed using a 16-bit address contained in any auxiliary register. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഓൾറെഡി നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളതാണ്, കറണ്ട് ഓക്സിലറി രജിസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ. ടു സെലക്ട് എ സ്പെസിഫിക് ഓക്സിലറി രജിസ്റ്റർ, ലോഡ് ദ 3-bit auxiliary register pointer, that is ARP of the status register ST0 with the values from 0 to 7. അപ്പോൾ 0 to 7ൻ്റെ ബേസിലാണ് ഈ 8 എണ്ണത്തിൽ ഏതാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ARAU പറഞ്ഞ സമയത്ത്. And the ARP can be loaded as a primary operation by MAR instruction or by the LST instruction. So MAR അല്ലെങ്കിൽ LST instructions വെച്ചിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ARPനെ ലോഡ് ചെയ്യാൻ എന്താ പറ്റും. And the ARP can be loaded as a secondary operation by any instruction that supports indirect addressing. എല്ലാ indirect addressing support ചെയ്യുന്നത് വെച്ചിട്ട് secondary instruction ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. And the register point by the ARP is referred to as the current auxiliary register or current AR. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നിൽക്കുന്നത് AR7 ആണെങ്കിൽ അതാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് ഓക്സിലറി, അപ്പോഴത്തെ കറണ്ട് ഓക്സിലറി രജിസ്റ്റർ എന്നുള്ള രീതിയിൽ പറയാം. And the during processing of an instruction, the content of the current auxiliary register is used as the address at which data memory access occurs. അപ്പോൾ ഈ ഓക്സിലറി രജിസ്റ്ററിലെ കണ്ടന്റ് ആണ്, ആ കറണ്ട് ഇതിൻ്റെ കണ്ടന്റ് ആണ് അഡ്രസ് അറ്റ് വിച്ച് ഡാറ്റ മെമ്മറി ആക്സസ്. എവിടെയാണോ നമ്മൾ ഡാറ്റ മെമ്മറി ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അഡ്രസ് ലൊക്കേഷൻ ആണ് ഇതിലുണ്ടാവുക. And the ARAU passes this address to the data read bus, that is DRAB, and if the instruction requires a read from the data memory, or it passes to the data write bus if the instruction requires a write to memory. അപ്പോൾ മെമ്മറി അഡ്രസ് ആണ് പറയുന്നത്. 64Kയിലത്തെ ഏതാണ് ലൊക്കേഷൻ എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് കിട്ടി, കറണ്ട് ഓക്സിലറി രജിസ്റ്റർ നിന്ന് കിട്ടി. ഇനി അത് റീഡ് ആണെങ്കിൽ റീഡ് ബസ് വഴി പോവും, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ബസ് വഴി പോവും. ആൻഡ് ആഫ്റ്റർ ദ ഇൻസ്ട്രക്ഷൻ യൂസസ് ദ ഡാറ്റ വാല്യൂ, the content of the current auxiliary register can be incremented or decremented by the ARAU, which implements unsigned 16-bit arithmetic. അതായത് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്യാം. ആൻഡ് നോർമലി ദ ARAU പെർഫോം ഇറ്റ്സ് അരിതമെറ്റിക് ഓപ്പറേഷൻസ് ഇൻ ദ ഡീകോഡ് ഫേസ് ഓഫ് ദ പൈപ്പ് ലൈൻ. അപ്പോൾ പൈപ്പ് ലൈൻ്റെ ഡീകോഡ് ഫേസിലാണ്, നമ്മൾ ഓൾറെഡി പൈപ്പ് ലൈൻ പറഞ്ഞിട്ടുള്ളതാണ് 4 സ്റ്റേജസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലെ ഡീകോഡിലാണ് ഈ കാര്യം നടക്കുന്നത്. ARAU പെർഫോംസ് ദ അരിതമെറ്റിക് ഓപ്പറേഷൻ ഇൻ ദ ഡീകോഡ് ഫേസ് ഓഫ് ദ പൈപ്പ് ലൈൻ when the instructions specifying the operation is being decoded. Okay, so second cycle. And this allows the address to be generated before the decode phase of the next instruction. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ ഡീകോഡ് ഫേസ് ആകുമ്പോഴേക്കും അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പൈപ്പ് ലൈനിങ്. Okay, and there is an exception to this rule during the processing of the norm instruction. The auxiliary register and or ARP modification is done during the execute phase of the pipeline. ഇപ്പോൾ നോം ഇൻസ്ട്രക്ഷൻ്റെ കേസിൽ മാത്രം ഇത് നടക്കുന്നത് എക്സിക്യൂട്ട് ഫേസിലാണ്, അതായത് അവസാനത്തെ ഫേസിലാണ് നടക്കുന്നത്. ഓപ്പറൻറ്റ് ഫെച്ചും കൂടി കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടിലേക്ക് എത്തിയിട്ടാണ് അത് നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിലൊരു ഡിഫറൻസ് വരുന്നത്. ഇതിൽ തന്നെ 4 ടൈപ്പ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നുണ്ട്. 4 ടൈപ്പ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നോ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്, അതാണ് ബേസിക്. Instruction uses the content of the current auxiliary register as the data memory address, but neither increments nor decrements the content of the auxiliary register. അപ്പോൾ ജസ്റ്റ് കണ്ടന്റ് അതേപോലെ ഉപയോഗിക്കുകയാണ് അഡ്രസ്സിന് വേണ്ടിയിട്ട്. ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതാണ് ഒന്നാമത്തെ അഡ്രസ്സിംഗ് മോഡ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. സെക്കൻഡ്, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ബൈ 1. The instruction uses the content of the current auxiliary register as the data memory address and then increments or decrements the content of the current auxiliary register by 1. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ +1 അല്ലെങ്കിൽ -1 ചെയ്യും. നെക്സ്റ്റ്, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ബൈ എൻ ഇൻഡെക്സ് എമൗണ്ട്. ഒരു ഇൻഡെക്സ് എമൗണ്ട് വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. ദ ഓക്സിലറി വാല്യൂ ഇൻ ദ AR0 ഈസ് ദ ഇൻഡെക്സ് എമൗണ്ട്. AR0യിൽ കിടക്കുന്ന വാല്യൂ ആണ് അവിടുത്തെ ഇൻഡെക്സ് എമൗണ്ട് വരുന്നത്. ആൻഡ് ദ ഇൻസ്ട്രക്ഷൻ യൂസസ് ദ കണ്ടന്റ് ഓഫ് ദ കറന്റ് ഓക്സിലറി രജിസ്റ്റർ ആസ് ദ ഡാറ്റ മെമ്മറി address and then increments or decrements the content of the current auxiliary register by the index amount.
അതിനുശേഷം AR0ത്തെ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് വെച്ചിട്ട് ഒന്നെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യും. അതാണ് അടുത്ത ടൈപ്പ്. ദെൻ ലാസ്റ്റ് വൺ, ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ബൈ ആൻ ഇൻഡെക്സ് എമൗണ്ട് യൂസിങ് റിവേഴ്സ് ക്യാരിയും കൂടിയും വരും. അതാണ്. സോ ദ വാല്യൂ ഇൻ ദ AR0 is the index amount, and after the instruction uses the content of the current auxiliary register as the data memory address, that content is incremented or decremented by the index amount, and the addition and subtraction process is accomplished with the carry propagation reversed for fast Fourier transform. So carry propagation reverse ചെയ്തിട്ടുള്ള കേസാണ് അതിൽ വരുന്നത്. ഫാസ്റ്റ് Fourier transformsന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ 4 കേസുകൾ, ദീസ് 4 ഓപ്ഷൻസ് ഓപ്ഷൻ ടൈപ്സ് പ്രൊവൈഡ് 7 ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ഓപ്ഷൻസ്. ഇപ്പോൾ മൊത്തം ഈ 4 വെച്ച് മൊത്തം ഒരു 7 ഇൻഡയറക്റ്റ് ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേബിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദ ഇൻസ്ട്രക്ഷൻ ഓപ്പറൻറ്റ് ദാറ്റ് കറസ്പോണ്ട്സ് ടു ഈച്ച് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ഓപ്ഷൻ ആൻഡ് ഗീവ്സ് ആൻ എക്സാമ്പിൾ ഹൗ ഈച്ച് ഈസ് യൂസ്ഡ്. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ഓപ്പറൻസ് എന്നുള്ള രീതിയിൽ പറയാം, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ഓപ്പറൻസ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഓപ്പറൻ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആസ്ട്രിക്സ്, ആസ്ട്രിക്സ് പ്ലസ്, ആസ്ട്രിക്സ് മൈനസ്, ആസ്ട്രിക്സ് 0 പ്ലസ്, ആസ്ട്രിക്സ് 0 മൈനസ്, ആസ്ട്രിക്സ് BR0 പ്ലസ്, BR0 മൈനസ്. ഇതൊക്കെയാണ് ഇതിലത്തെ ഇത് വരുന്നത്. അപ്പോൾ ഓരോന്ന് എന്താണെന്നാണ്. ആസ്ട്രിക്സ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നോ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്, ഇൻക്രിമെന്റ് ഇല്ല, ഡിക്രിമെന്റ് ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. എക്സാമ്പിൾ LT സ്റ്റാർ ആണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. സോ ലോഡ്സ് ദ ടെമ്പററി രജിസ്റ്റർ, L ലോഡ്, T ടെമ്പററി. സോ ലോഡ്സ് ദ ടെമ്പററി രജിസ്റ്റർ TREG വിത്ത് ദ കണ്ടന്റ് ഓഫ് ദ ഡാറ്റ മെമ്മറി അഡ്രസ് റെഫറൻസ് ബൈ ദ കറണ്ട് ഓക്സിലറി രജിസ്റ്റർ. അപ്പോൾ TREGയിലേക്ക് കറണ്ട് ഓക്സിലറി രജിസ്റ്റർ പറഞ്ഞ ലൊക്കേഷനിലത്തെ കണ്ടന്റ് വെറുതെ ആഡ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. ഇൻക്രിമെന്റും ഇല്ല, ഡിക്രിമെന്റും ഇല്ല. ദെൻ asterisk plus increment by 1. So LT star plus load the temporary register with the content of the data memory address referenced by the current AR and then add 1 to the content of the current auxiliary register. അപ്പോൾ ലോഡ് ചെയ്യും, എന്നിട്ട് +1 ചെയ്യും. ഇനി സ്റ്റാർ മൈനസ്, ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സബ്ട്രാക്ട് ചെയ്യുന്നു മാത്രം. സോ LT star minus or asterisk minus loads the temporary register with the content of the data memory address referenced by the current auxiliary register and then subtract 1 from the content of the current AR. Then star asterisk 0 plus. So in the അർത്ഥം എന്താ? ഇൻക്രിമെന്റ് ബൈ ഇൻഡെക്സ് എമൗണ്ട്, അതാണ് 0 എന്നതിൻ്റെ അർത്ഥം വരുന്നത്. LT star asterisk 0 plus load the temporary register with the content of the data memory address referenced by the current auxiliary register and then adds the contents of AR0 to the content of the current auxiliary register. അപ്പോൾ ഓക്സിലറി രജിസ്റ്ററിലത്തെ ലോഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് എന്ത് ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്? AR0ൻ്റെ കണ്ടന്റും കൂടി ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് 0 മൈനസ് ആണെങ്കിൽ ഡിക്രിമെന്റ് ബൈ ഇൻഡെക്സ് എമൗണ്ട്, ഇത് പറഞ്ഞ അതേ കാര്യം തന്നെ ഡിക്രിമെന്റ് ആണ് മാത്രം. നെക്സ്റ്റ് ആസ്ട്രിക്സ് BR0 പ്ലസ് ഇൻക്രിമെന്റ് ബൈ ഇൻഡെക്സ് എമൗണ്ട് ആഡിങ് വിത്ത് റിവേഴ്സ് ക്യാരി. ഇൻക്രിമെന്റ് ബൈ ഇൻഡെക്സ് എമൗണ്ട് ആഡിങ് വിത്ത് റിവേഴ്സ് ക്യാരി ആണ് അത് മീൻ ചെയ്യുന്നത്. For example, LT star BR0 plus loads the temporary register with the content of the data memory address referenced by the current AR and then adds the content plus adds the content of AR0 to the content of the current auxiliary register adding with the reverse carry propagation. അതാണ് ഇതിൽ നടക്കുന്നത്. BR0 മൈനസ് ആകുമ്പോൾ എന്തായിരിക്കും? ഡിക്രിമെന്റ് ബൈ ദ ഇൻഡെക്സ് എമൗണ്ട് സബ്ട്രാക്ടിങ് വിത്ത് റിവേഴ്സ് ക്യാരി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മൊത്തം 7 അഡ്രസ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇൻഡയറക്റ്റ് ഇതിൽ ഓപ്പറൻസും അതിൻ്റെ ഓപ്ഷൻസും ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ തന്നെ all increments or decrements are performed by the auxiliary register arithmetic unit, that is ARAU, in the same cycle using the during which the instruction is being decoded in the pipeline. അപ്പോൾ അതിൽ തന്നെയാണ് നടക്കുന്നത്. And bit reverse indexed addressing allows efficient input-output operations by resequencing the data points in the radix 2 FFT algorithm. നമുക്ക് നോക്കണ്ട. And the direction of the carry propagation in the ARAU is reversed when the address is selected and AR0 is loaded or subtracted from the current auxiliary register. And okay, തൽക്കാലം അത്രയൊക്കെ മതി നമുക്കിവിടെ. പിന്നെ വരുന്നത് നമുക്ക് ഇതിലൊരു കാര്യം, നെക്സ്റ്റ് ഓക്സിലറി രജിസ്റ്റർ ആണ്. അപ്പോൾ അടുത്തത് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ in addition to updating the current auxiliary register, a number of instruction can also specify the next auxiliary register or the next AR. This register will be the current auxiliary register when the instruction execution is complete. അല്ലേ? അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അടുത്തതാവും പ്രസന്റ് എന്ത്? കറണ്ട് ഓക്സിലറി രജിസ്റ്റർ. ഇപ്പോൾ
The instruction that allow you to specify the next auxiliary register load the ARP with a new value. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ AR പോയിന്ററിലേക്ക് ആ കറസ്പോണ്ടിങ് വാല്യൂ ലോഡ് ചെയ്യും. And when the ARP is loaded with that value, the previous ARP value is loaded into the auxiliary register pointer buffer. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ARPയും ARBയും. അപ്പോൾ അത് ബഫറിലേക്ക് മാറും. Okay, so when ARP is loaded with that value, the previous ARP value is loaded into the buffer. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ സെലക്ഷൻ ഓഫ് നെക്സ്റ്റ് ഓക്സിലറി രജിസ്റ്റർ ആൻഡ് അതർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. അപ്പോൾ MAR ആസ്ട്രിക്സ് AR1 അതിൻ്റെ മീനിങ് എന്താ വരുന്നത്? MAR ആസ്ട്രിക്സ് AR1 എന്ന് പറഞ്ഞാൽ ലോഡ് ദ ARP വിത്ത് 1 ടു മേക്ക് AR1 ദ കറണ്ട് ഓക്സിലറി രജിസ്റ്റർ. അപ്പോൾ ലോഡ് ചെയ്യാൻ പറയാണ് എന്തിനെ? ARP വിത്ത് 1. അതിൻ്റെ അർത്ഥം കറണ്ട് ഓക്സിലറി രജിസ്റ്റർ 1 ആക്കാൻ വേണ്ടിയിട്ട്. ദെൻ LT ആസ്ട്രിക്സ് പ്ലസ് AR2. അതിൻ്റെ മീനിങ് എന്താ? AR2 is the next auxiliary register. AR2 ആണ് നെക്സ്റ്റ് ഓക്സിലറി രജിസ്റ്റർ. ലോഡ് ദ TREG വിത്ത് ദ കണ്ടന്റ് ഓഫ് ദ അഡ്രസ് റെഫറൻസ് ബൈ AR1. അപ്പോൾ AR1 വെച്ചിട്ടുള്ളത് അവിടെ ലോഡ് ചെയ്യാനാണ് പറയുന്നത്. ദെൻ ആഡ് 1 പ്ലസ് ഉള്ളതുകൊണ്ട് ആസ്ട്രിക്സ് പ്ലസ് ആഡ് 1 ടു ദ കണ്ടന്റ് ഓഫ് AR1. ദെൻ മേക്ക് AR2 ദ കറണ്ട് ഓക്സിലറി രജിസ്റ്റർ. എന്നിട്ട് AR1ക്ക് 1 ആഡ് ചെയ്തിട്ട് AR2നെ കറണ്ട് ആക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. MPY ആസ്ട്രിക്സ് മൾട്ടിപ്ലൈ TREG കണ്ടന്റ് ഓഫ് അഡ്രസ് റെഫറൻസ് ബൈ AR2. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ TREG കണ്ടന്റ് എന്തിനായിട്ട്? AR2ൻ്റെ ഇത് കാണിക്കുന്ന അഡ്രസ്സിലായിട്ടുള്ള ലൊക്കേഷനായിട്ടുള്ള സാധനമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കോഡ് ഫോമാറ്റ് ആണ്. അതായത് ദ ഫോർമാറ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ വേർഡ് ലോഡഡ് ടു ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ വെൻ വി ആർ ഡൂയിങ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. ഇപ്പോൾ ഇതിലത്തെ കോഡ് ഫീൽഡ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മൊത്തം 16 ബിറ്റിലെ ലോവസ്റ്റ് 3 NAR, then N, ARU 1. ഈ 1 എന്താണെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്താ? ഇൻഡയറക്റ്റ് ആണ്. മറ്റോടത്ത് 1 ആണ് സെറ്റ് ചെയ്ത് 0 ആണ് സെറ്റ് ചെയ്ത് കിടന്നത്. ഇൻഡയറക്ട്ലി 1. ദെൻ 8 MSBs. ഇത്രയാണ് കിടക്കുന്നത്. ഇതിൽ ഓരോന്ന് എന്താണെന്ന് നോക്കാം. 8 MSBs ബിറ്റ്സ് 15 through 8 ഇൻഡിക്കേറ്റ് ദ ഇൻസ്ട്രക്ഷൻ ടൈപ്പ്. ഏത് ടൈപ്പാണ്? LT ആണ് അങ്ങനത്തെ. ആൻഡ് ഓൾസോ കണ്ടെയ്ൻ എനി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഡാറ്റ ഷിഫ്റ്റ്. ചിലപ്പോൾ ഡാറ്റ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അതുണ്ടാവും. അതായത് ഡിവൈഡ് ചെയ്തിട്ട് മുന്നത്തെ പോലെ തന്നെ ഡയറക്റ്റ്ലി ഉണ്ടാകുന്ന പോലെ ഷിഫ്റ്റ് ഒന്നുമില്ലെങ്കിൽ മൊത്തം എന്താ ഓപ്പ് കോഡ് ആയിരിക്കും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ, അല്ലെങ്കിൽ പകുതി ഷിഫ്റ്റ് ആയിരിക്കും. ദെൻ 1 ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇൻഡിക്കേറ്റർ. ഇവിടെ 1 ആയതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡയറക്റ്റ് ആണ്. ദെൻ ARU ഓക്സിലറി രജിസ്റ്റർ അപ്ഡേറ്റ് കോഡ് ബിറ്റ് 6 to 4 determine whether and how the current auxiliary register is incremented or decremented. അതാണ് അവിടെ കാണിക്കുന്നത്. ദെൻ N എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓക്സിലറി രജിസ്റ്റർ ഇൻഡിക്കേറ്റർ ബിറ്റ് 3 സ്പെസിഫൈഡ് വെദർ ദ ഇൻസ്ട്രക്ഷൻ ചേഞ്ചസ് ദ ARP വാല്യൂ. സോ N equal to 0 ആണെങ്കിൽ കണ്ടന്റ് ഓഫ് ദ ARP റിമെയിൻസ് അൺചേഞ്ച് ആൻഡ് N equal to 1 ആണെങ്കിൽ കണ്ടന്റ് ഓഫ് ദ NAR is loaded into ARP and the older ARP value is ordered into the ARB buffer register of the status register SD1. And NAR next auxiliary register value. NAR ആണ് next auxiliary register value 0 to 2 bits contains the value of the next auxiliary register. 3 ബിറ്റ് മതി അല്ലേ? കാരണം നമുക്ക് 8 വരുന്നുള്ളൂ. ആൻഡ് NAR is loaded into the ARP if N equal to 1. N equal to 1 ആണെങ്കിൽ മാത്രം, അതായത് ബഫറിലേക്ക് വിട്ടിട്ട് ഇത് ലോഡ് ചെയ്യേണ്ട കേസ് വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ യൂസിങ് ഏതാ? അപ്പോൾ ഇതിൽ കുറേ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ടൈപ്പുകളും ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം. ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് നോ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ കേസ് മാത്രം പറയുന്നു. സോ ആഡ് ആസ്ട്രിക്സ് 8. അപ്പോൾ ആസ്ട്രിക്സ് മാത്രമേ ഉള്ളൂ, പിന്നെ 8 ആഡ് ആണ് എടുക്കുന്നത്. So add to the accumulator the content of the data memory address referenced by the current auxiliary register. അപ്പോൾ നമുക്കറിയാം ഇൻഡയറക്റ്റ് ആണ്, ഓക്സിലറി രജിസ്റ്റർ ആണ് എല്ലാ കാര്യം. അപ്പോൾ കറണ്ട് ഓക്സിലറി രജിസ്റ്റർ കാണിക്കുന്ന അഡ്രസ്സിലത്തെ കണ്ടന്റ് എന്ത് ആഡ് ചെയ്യാനാണ് പറയുന്നത്, എവിടേക്ക്? അക്യുമുലേറ്ററിലേക്ക്. ആൻഡ് ദ ഡാറ്റ ഈസ് ലെഫ്റ്റ് ഷിഫ്റ്റഡ്. അതാണ് ഇവിടെ 8,8 ഇട്ടുള്ളത്. ഈസ് ലെഫ്റ്റ് ഷിഫ്റ്റഡ് 8 bits ബിഫോർ ബീയിങ് ആഡഡ്. അപ്പോൾ നമ്മളുടെ ഓപ്പ് കോഡ് മൊത്തം MSB 8 എടുക്കില്ല, പകുതി എടുക്കുള്ളൂ, പകുതി ഷിഫ്റ്റ് കാണിക്കും. ഇപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. ഇതാണ് ആഡിൻ്റെ ഓപ്പ് കോഡ് 0010. ദെൻ ഷിഫ്റ്റ് 8 ആയതുകൊണ്ട് 8 ഇവിടെ വരും. ദെൻ ഇൻഡയറക്റ്റ് ആണെന്നുള്ള കാണിക്കുന്നത്. നെക്സ്റ്റ് 3 ARU ആണ്. അപ്പോൾ നോ ഓപ്പറേഷൻ ഓൺ കറണ്ട് ഓപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് 0 കിട്ടും. ദെൻ N 0 ആണ്. നെക്സ്റ്റ് നോ നെക്സ്റ്റ് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് AR. ദെൻ NAR ഡോൺ കെയർസ് ആയിട്ടാണ് ഉണ്ടാവുക. ഇതാണ് ഒരു കേസ്, നോ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്.
നെക്സ്റ്റ് എക്സാമ്പിൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ഇൻക്രിമെൻറ്റ് ബൈ 1. അപ്പോൾ പ്ലസ് ഉണ്ടാവും ആസ്ട്രിക്സ് കഴിഞ്ഞിട്ട്. സോ ആഡ് ആസ്ട്രിക്സ് പ്ലസ് കൊമ 8 കൊമ AR4. AR4 കൂടി അവിടെ വന്നിട്ടുണ്ട്. സോ മുന്നത്തെ പോലെ തന്നെയാണ് ചെയ്യുക. ബട്ട് ഇൻ അഡീഷൻ ദ കറണ്ട് ഓക്സിലറി രജിസ്റ്റർ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. അതാണ് ഈ പ്ലസ് വന്നിട്ടുള്ളത്, ഇൻക്രിമെൻറ്റഡ് ബൈ 1 ആൻഡ് AR4 ഈസ് ചൂസൺ ആസ് എ നെക്സ്റ്റ് ഓക്സിലറി രജിസ്റ്റർ. അടുത്തതായിട്ട് AR4 എടുക്കുകയും ചെയ്യും. അതാണ് ഇതിൽ നിന്നുള്ള വ്യത്യാസം. ഓക്കെ, ഇതിൽ നെക്സ്റ്റ് കൊടുത്തിട്ടുമില്ല, ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യും നെക്സ്റ്റ് എടുക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഓപ്പ് കോഡിൽ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ആഡിൻ്റെ ഓപ്പ് കോഡ് ഷിഫ്റ്റ് 1, ഇവിടെ ARU ഇൻക്രിമെൻറ്റ് ബൈ 1. അപ്പോൾ അത് ഇവിടെ കാണിക്കണം. അപ്പോൾ ഇത് 2 ആവും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ഇനി നെക്സ്റ്റ് AR സ്പെസിഫൈഡ് ആണ്. അപ്പോൾ N ഈക്വൽ ടു ഇവിടെ 0 വരും. ഇനി നെക്സ്റ്റ് AR4ൽ NAR എന്ന് പറയുന്നത് AR4 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ ലോഡ് ആവും. ദെൻ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ഡിക്രിമെൻറ്റ് ബൈ 1. അപ്പോൾ ആഡ് മൈനസും കൂടി വരും, അത്ര മാത്രമേ ഉള്ളൂ. വെറും ഡിക്രിമെൻറ്റ് ബൈ 1. ഇപ്പോൾ മുന്നത്തെ അതേപോലെ തന്നെ ജസ്റ്റ് എന്താ പറയുക, ഡിക്രിമെൻ്റ് ആണ് മാത്രം. കറണ്ട് ഓക്സിലറി രജിസ്റ്റർ ഈസ് ഡിക്രിമെൻറ്റഡ് ബൈ 1. ദെൻ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ഇൻക്രിമെൻറ്റ് ഓർ ഇൻക്രിമെൻറ്റഡ് ബൈ ഇൻഡെക്സ് എമൗണ്ട്. ഇൻഡെക്സ് എമൗണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് എന്താ 0 പ്ലസ് കോമ 8. സോ മുന്നത്തെ പോലെ തന്നെ നടക്കും. ദ കണ്ടന്റ് ഓഫ് ദ AR0 ഈസ് ആഡഡ് ടു ദ കറണ്ട് ഓക്സിലറി രജിസ്റ്റർ. അപ്പോൾ AR0ൻ്റെ കണ്ടന്റ് ഓക്സിലറി രജിസ്റ്ററിലേക്ക് ആഡ് ചെയ്യും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 0 കയറി വന്നിട്ടുണ്ട്. അതാണ് അതിലത്തെ വ്യത്യാസം. ഓക്കെ, സോ ദ കണ്ടന്റ് ഓഫ് ദ ഓക്സിലറി രജിസ്റ്റർ AR0 ഈസ് ആഡഡ് ടു ദ കറണ്ട് ഓക്സിലറി രജിസ്റ്റർ. ദെൻ അതേപോലെ ഡിക്രിമെൻറ്റ് ബൈ ദ ഇൻഡെക്സ് എമൗണ്ട്. ഇപ്പോൾ 0 മൈനസ്, വെറും സ്റ്റാർ ആസ്ട്രിക്സ് പ്ലസും മൈനസും അല്ല, ഇടയിൽ 0 വരുന്നുണ്ട്. സോ ദ കണ്ടന്റ് ഓഫ് ദ AR0 ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ കറണ്ട് ഓക്സിലറി രജിസ്റ്റർ. ഓക്കെ, ദെൻ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ഇൻക്രിമെൻറ്റ് ബൈ ഇൻഡെക്സ് എമൗണ്ട് വിത്ത് റിവേഴ്സ് ക്യാരി. അതാണ് ആ BR0 വരും അവിടെ. സോ ആഡ് ആസ്ട്രിക്സ് BR0, വെറും 0 പ്ലസ് അല്ല, BR കൂടി വന്നു. സോ സെയിം ആയിട്ട് തന്നെ എക്സെപ്റ്റ് ദാറ്റ് ദ കണ്ടന്റ് ഓഫ് ദ രജിസ്റ്റർ AR0 ഈസ് ആഡഡ് ടു ദ കറണ്ട് ഓക്സിലറി രജിസ്റ്റർ വിത്ത് റിവേഴ്സ് ക്യാരി പ്രൊപ്പഗേഷൻ. ഇപ്പോൾ റിവേഴ്സ് ക്യാരി പ്രൊപ്പഗേഷനിൽ ആഡ് ചെയ്യും. അടുത്തത് അതിൻ്റെ സബ്ട്രാക്ഷൻ. ഓക്കെ, ഡിക്രിമെൻറ്റ് അത് തന്നെയാണ് ഈ വരുന്നത്. ഇത്രയാണ് ഇതിലെ അഡ്രസ്സിങ് മോഡ്സ് കാര്യങ്ങളും വരുന്നത്.